നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും അടുത്തറിയാമിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് എറണാകുളം IMA ഹൗസിലാണ്. സോ എല്ലാവർക്കും IMA ഹൗസ് അറിയാമായിരിക്കും. ഇവിടുത്തെ നില റെസ്റ്റോറൻറ്റിലാണ് ഇന്നുള്ളത്. സോ നിലയെ പറ്റി പറയുവാണെങ്കിൽ കുറച്ച് നാളുകളായിട്ട് വേറെ വർഷങ്ങളായിട്ട് നമ്മളുടെ കാറ്ററിംഗ് രംഗത്ത് തന്നെ പുതിയൊരു റെവല്യൂഷൻ സൃഷ്ടിച്ച ആൾക്കാരാണ് നില എന്ന് പറയുന്നത്. സോ ഇന്ന് അവരുടെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അറിയാൻ പോകുന്നത്. സോ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും അടുത്തറിയാമിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് നില കാറ്റേഴ്സിൻ്റെ അടുത്താണ്. സോ നില കാറ്റേഴ്സിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സന്തോഷ് കുമാർ സാറിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സാറിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം സർ. താങ്ക് യു. 1993 മുതൽ നമ്മളുടെ കാറ്ററിംഗ് രംഗത്ത് അല്ലെങ്കിൽ ഫുഡ് എന്ന് പറയുന്ന ഒരു വാക്യം കുറച്ചുകൂടെ ഇന്നോവേറ്റീവായിട്ട് ചിന്തിച്ച് നമ്മളുടെ കാറ്ററിംഗ് രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആൾക്കാരാണ് നമ്മുടെ നില കാറ്റേഴ്സ് എന്നുള്ളത്. സോ തീർച്ചയായിട്ടും അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ജേർണിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും പറയാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് പറയാമോ? നില കാറ്റേഴ്സ് അതിൻ്റെ ജൈത്രയാത്ര ആരംഭിക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്ത് നിന്ന് 1993 നമുക്കെല്ലാം അറിയുന്ന പോലെ കേരളത്തിൽ അന്ന് കാലത്തുണ്ടായിരുന്നത് ഒരു ടീ പാർട്ടി കൺസെപ്റ്റായിരുന്നു. അതിനെ ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്ത് ഒരു ലൈവ് കുക്കിംഗ് പോലെയുള്ള സെക്ടറിലേക്ക് കാറ്ററിംഗ് മേഖലയെ ഉയർത്തിക്കൊണ്ടുവന്ന നില കാറ്റേഴ്സാണ്. നില കാറ്റേഴ്സ് ആരംഭിക്കുന്നത് ഇതിലെ 5 പില്ലേഴ്സ് എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ ഓണേഴ്സാണ്. അതിൽ മുസ്തഫ സാർ, CP ഉസ്മാൻ, ഉണ്ണികൃഷ്ണൻ, പിന്നെ B ഉണ്ണികൃഷ്ണൻ, ഷൺമുഖേട്ടൻ, ഇവരായിരുന്നു ഇതിൻ്റെ 5 പില്ലേഴ്സ്. അവിടെ നിന്നാണ് ഞങ്ങൾ യാത്ര ആരംഭിക്കുന്നത്. ഇന്ന് കേരളത്തിൽ നമ്പർ 1 നിൽക്കുന്ന നില കാറ്റേഴ്സ് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ആയിത്തീർന്നതല്ല. കാലാകാലങ്ങളിൽ കാറ്ററിംഗ് മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നില അതിൻ്റെ യാത്ര തുടരുന്നത്. ഇന്ന് തമിഴ്നാട്, കേരള, കർണാടകയിലായി എല്ലാ സ്ഥലങ്ങളിലും പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ് നില കാറ്റേഴ്സ്. നമുക്ക് ഒരേ ദിവസം തന്നെ വിവിധ സ്ഥലങ്ങളിലായിട്ട് ഏകദേശം 1,00,000-ഓളം ആൾക്കാരെ അറ്റ് എ ടൈം കാറ്ററിംഗ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ് ഇന്ന് നിലക്കുള്ളത്. സോ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാ ഫംഗ്ഷൻസിനും നില കാറ്ററിംഗ് എന്നുള്ളത് അല്ലെങ്കിൽ നില കാറ്റേഴ്സ് എന്നുള്ളത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പേര് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ജൈത്ര യാത്ര കഴിഞ്ഞ് ഇവിടെ എത്തി നിൽക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ബ്രാഞ്ചസ് ഉണ്ട് അവൈലബിൾ ആണ്, ഔട്ട്ലെറ്റ്സ് അവൈലബിൾ ആണ്, ആൻഡ് അവിടെ നമ്മൾ കൊടുക്കുന്ന സർവീസ് എന്തൊക്കെയാണ്, അതിനെ പറ്റിയുള്ളൊരു ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? നില കാറ്റേഴ്സ് ഒറ്റപ്പാലത്ത് നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒറ്റപ്പാലത്ത് നിന്ന് നമ്മൾ എറണാകുളത്തേക്ക് വന്നു. എറണാകുളത്ത് നമുക്ക് റീജിയണൽ ഓഫീസുണ്ട്. തൃശ്ശൂർ നമുക്ക് റീജിയണൽ ഓഫീസുണ്ട്. അതുപോലെ തന്നെ ഒരു എറണാകുളത്ത് നമുക്ക് ലുലുവിലൊരു ഫുഡ് കോർട്ടുണ്ട്. അതുപോലെ എറണാകുളത്ത് നമ്മൾ IMA ഹൗസിൻ്റെ ഒരു ഒഫീഷ്യൽ കാറ്റേഴ്സാണ് നില കാറ്റേഴ്സ്. പിന്നെ KSINDCയുടെ നെഫ്രിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു വെസൽസ് ഉണ്ട്. അത് കേരളത്തിലെ ആദ്യത്തെ ബാറും ഉൾക്കടലിൽ പോകുന്ന ഒരു വെസലാണ് നെഫ്രിറ്റി. അതിൽ ഒഫീഷ്യൽ കാറ്റേഴ്സ് നില കാറ്റേഴ്സാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മെട്രോയിൽ നമ്മളൊരു ഫുഡ് കോർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളത് ഇപ്പോൾ നമ്മൾ സിയാൽ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ, നെടുമ്പാശ്ശേരി സിയാലിൻ്റെ ഓണർഷിപ്പിലുള്ള സിയാൽ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ ഇപ്പം നെക്സ്റ്റ് ഒരു 7 years വേണ്ടിയിട്ട് അതിൻ്റെ റൺ ചെയ്യുന്നതിനുള്ള കോൺട്രാക്ട് എടുത്തിരിക്കുന്ന നില കാറ്റേഴ്സാണ്. ഇതിപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ പ്രോജക്റ്റാണ്. ലാസ്റ്റ് ഫെബ്രുവരിയിലാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നില കാറ്റേഴ്സ് കാറ്ററിംഗ് മേഖലയിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ കാറ്ററിംഗ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കാറ്ററിംഗ് എന്നുള്ള വേർഡിൽ മാത്രം അല്ല നില ഡിഫൈൻ ചെയ്യുന്നത്. എല്ലാവരും അവരുടെ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ എന്ത് പരിപാടിയാണെങ്കിലും ഏറ്റവും മനോഹരമാക്കണം എന്നാണ് വിചാരിക്കുന്നത്. സോ അതുപോലെ തന്നെ കാറ്ററിംഗിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സും വയറും നിറയ്ക്കുന്ന ഒന്നാണ് ഫുഡ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാനാണ് എല്ലാവരും വിചാരിക്കുന്നത്. സോ എന്തുകൊണ്ട് നിലയെ ചൂസ് ചെയ്യണം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാറിന് എന്താണ് പറയാനുള്ളത്? നിലയെ സംബന്ധിച്ചിടത്തോളം കാറ്ററിംഗ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ബിസിനസ് മാത്രമല്ല. അത് കാര്യം കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഒരു കുടുംബത്തിൽ ഒരു കല്യാണം അവർക്ക് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ 2-3 ഫംഗ്ഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. അവർ വിളിക്കുന്ന ഒരു 500 അല്ലെങ്കിൽ 1000 അല്ലെങ്കിൽ 2000 ഗസ്റ്റുകൾ, അതിഥികൾ, അവർക്ക് 2000 പേരെ ഒരേ സമയത്ത് അവിടെ നിന്ന് ഹാൻഡിൽ ചെയ്യാനോ അവർക്ക് ഫുഡ് കൊടുക്കാനോ അവർക്ക് ആതിഥ്യം നൽകാനോ സാധിക്കില്ല. ആ ഒരു സ്വപ്നമാണ് അവർ ഒരു 3 മണിക്കൂറത്തേക്കോ അല്ലെങ്കിൽ 4 മണിക്കൂറത്തേക്കോ നിലയെ ഏൽപ്പിക്കുന്നത്. അവരുടെ ആബ്സെൻസിൽ അവർക്ക് വരുന്ന ഓരോരുത്തർക്കും അവരെങ്ങനെയാണോ പിന്നെ അവർ റിസീവ് ചെയ്യുന്നത്, അവർക്ക് ഫുഡ് വിളമ്പി കൊടുക്കുന്നത്, ഫുഡ് കഴിപ്പിക്കുന്നത്, അതാണ് നില ഏറ്റെടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നിലയെ ഏൽപ്പിക്കുമ്പോൾ ജനങ്ങൾക്കുള്ള കോൺഫിഡൻസ് എപ്പോഴും കൂടി നിൽക്കുന്നത്. കാര്യം ഗസ്റ്റുകളുടെ ഫാമിലി അവരെങ്ങനെ ഓരോരുത്തരെയും അവർ ഹാൻഡിൽ ചെയ്യുന്നു,
കൊടുക്കുന്നു. അതാണ് നില അവിടെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവിടെ വരുന്ന ഓരോ ഗസ്റ്റുകൾക്കും ആ ആതിഥേയരുടെ വീട്ടിൽ വന്ന ഒരു ഫീലാണ് നില അവർക്ക് കൊടുക്കുന്നത്. അത് വയറു നിറയെ ഫുഡും ടേസ്റ്റി ഫുഡും നല്ല സർവീസും. അതുകൊണ്ടാണ് നില എപ്പോഴും കേരളത്തിൽ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. സോ നമ്മുടെ നില ചെയ്തേക്കുന്ന ഒരു റെക്കോർഡ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള വർക്ക്സ്, ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള വർക്ക്സ് ഇതൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ബാക്കിയുള്ള എത്രയും ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് പറയാം. നില കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമായിട്ട് ഇഷ്ടംമാതിരി കോർപ്പറേറ്റ് ഇവൻറ്റ്സുകൾ ചെയ്തിട്ടുണ്ട്. കോർപ്പറേറ്റ് ഇവൻറ്റ്സുകൾ, അല്ല IT മേഖലയിലെ ഫങ്ഷൻസുകൾ, പിന്നെ അതിനൊക്കെ ഉപരി വലിയ കോൺഫറൻസുകൾ, മെഡിക്കൽ കോൺഫറൻസുകൾ 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ മെഡിക്കൽ കോൺഫറൻസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ ഇവൻറ്റ്സ്, കേരളത്തിലെ പ്രമുഖരായ എല്ലാ ആൾക്കാരുടെയും ഫാമിലി ഫങ്ഷൻസ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് നില തന്നെയാണ്. അത് ഇപ്പോഴും അത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വലിയ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ മീറ്റിങ്ങുകൾ, പൊളിറ്റിക്കൽ പാർട്ടികൾ പ്ലീനറി കോൺഫറൻസുകൾ, അതൊക്കെ നമ്മൾ വളരെ വിജയകരമായിട്ട് ചെയ്ത ഫങ്ഷൻസുകളാണ്. ഇപ്പോഴും ഇനിയും അങ്ങനെ ഇഷ്ടംമാതിരി ഫങ്ഷൻസ് നമുക്ക് ഇപ്പോഴും കമ്മിറ്റഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിനോടനുബന്ധിച്ചിട്ട് ഇഷ്ടംമാതിരി അവാർഡുകളും നിലയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അത് പല ഇന്ത്യയിലെ തന്നെ നാഷണൽ ഇൻ്റർനാഷണൽ ഇഷ്ടംമാതിരി അവാർഡ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ നാഷണൽ ഗെയിംസ് കേരളത്തിൽ ഈ അവസാനമായി നമ്മൾ നാഷണൽ ഗെയിംസിൻ്റെ ഒഫീഷ്യൽ ഫുഡ് പാർട്ട്ണർ നിലയായിരുന്നു. പിന്നെ ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ക്രിക്കറ്റിൻ്റെ ഒഫീഷ്യൽ ഫുഡ് പാർട്ട്ണർ നിലയാണ്. ഇപ്പോൾ നടന്നിരിക്കുന്ന എല്ലാ ഇൻ്റർനാഷണൽ ക്രിക്കറ്റുകളുടെയും ഫുഡ് പാർട്ട്ണർ നിലയായിരുന്നു. അങ്ങനെ നമ്മൾ ദേശീയമായിട്ടും അന്താരാഷ്ട്രപരമായിട്ടും ഇഷ്ടംമാതിരി ഫങ്ഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ നില കാറ്റേഴ്സ് കൊടുക്കുന്ന എന്തൊക്കെ വെറൈറ്റീസ് ഓഫ് ഫുഡ് ഐറ്റംസ് ആണ് ഉള്ളത്? അതുപോലെ തന്നെ കുറച്ച് സ്പെഷ്യലായിട്ട് നിലയിൽ കിട്ടുന്ന ഫുഡ് ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കേറ്ററിംഗ് മേഖലയിൽ ലൈവ് കുക്കിംഗ് എന്നുള്ള കൺസെപ്റ്റ് കേരളത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് നില കാറ്റേഴ്സാണ്. നമുക്കറിയുന്നത് പോലെ ഒരു ടീ പാർട്ടി കൺസെപ്റ്റാണ് ആദ്യം ഉണ്ടായിരുന്നത്. അതിൽ നിന്നും നമ്മൾ ഫംഗ്ഷൻ നടക്കുന്ന ലൊക്കേഷനിൽ വെച്ച് ഫുഡുകൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റം ആദ്യമായി കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത നിലയാണ്. ഇന്നും ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇഷ്ടംമാതിരി വെറൈറ്റി ഫുഡുകൾ, സീ ഫുഡ് നമ്മുടെ വളരെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. പലതരത്തിലുള്ള സീ ഫുഡുകൾ, പല രീതിയിലുള്ള പ്രിപ്പറേഷൻ നമ്മൾ ലൈവായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ല അറബിക് ഫുഡുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒതൻറ്റിക് കേരള ഡിഷസുകൾ, തനി നാടൻ ഫുഡുകൾ, വെൽക്കം ഡ്രിങ്ക് മുതൽ ഡെസർട്ട് വരെ നിലയുടെ ഒരു മെനുവിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാകാതിരിക്കില്ല. അതാണ് ജനങ്ങളെ നമ്മളെ കൂടുതലായിട്ടും അടുപ്പിക്കുന്നത്. ആ ഫുഡ് മെനുവിൻ്റെ സെലക്ഷൻ, മെനുവിൻ്റെ ചോയ്സ്. ഇപ്പോൾ നമ്മൾ കസ്റ്റമൈസ്ഡ് മെനുവാണ് നില ചെയ്യുന്നത്. ഒരിക്കലും ഒരു ടൈപ്പ്ഡ് മെനുവിലേക്ക് നമ്മൾ പോകാറില്ല. അവർ ഗസ്റ്റുമായിട്ട് സംസാരിച്ചതിന് ശേഷം അവരുടെ മനസ്സിലെ ആശയങ്ങൾ, അല്ല അവരുടെ മനസ്സിലെ താല്പര്യങ്ങൾ എന്ന തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് നില ഒരു മെനു പ്രിപ്പയർ ചെയ്യുന്നത്. അത് ആ ഒരു ഡിസ്കഷനിലൂടെ അത് പിന്നെ കസ്റ്റമേഴ്സിനും നമ്മൾക്കും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന വരുന്ന എല്ലാ ആൾക്കാരെയും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെനുവിലേക്ക് നമുക്ക് അതുകൊണ്ട് മാറാൻ പറ്റും. അത് നിലയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്ന ആദ്യം വരുന്ന ഒരാൾക്കും, അതിലെത്ര വലിയ ഫംഗ്ഷനാണെങ്കിലും ചെറിയ ഫംഗ്ഷനാണെങ്കിലും അവസാനം വരുന്ന ആൾക്കും ഒരേ രീതിയിൽ ഫുഡിൻ്റെ ക്വാളിറ്റിയും ആ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നതാണ് നിലയുടെ ഏറ്റവും വലിയ കാര്യം. അത് നമ്മൾ ഇന്നുവരെ കൊടുക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ലാതെ തന്നെ നമ്മുടെ ഇന്ത്യ ഫുൾ എസ്റ്റാബ്ലിഷ്ഡ് ആവാനായിട്ട് നില പ്ലാൻ ചെയ്യുന്നുണ്ടോ? അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും ബ്രാഞ്ചോ ഔട്ട്ലെറ്റോ ഇനി സ്റ്റാർട്ട് ആവാനായിട്ടുണ്ടോ? സോ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് ഒന്ന് പറയാമോ? കേറ്ററിംഗ് മേഖലയിൽ കൂടുതൽ വ്യത്യസ്തമായ മേഖലകളിലേക്ക് പ്രാതിനിധ്യം ഉറപ്പിക്കുക എന്നുള്ളതാണ് നിലയുടെ ഇപ്പോഴത്തെ പ്ലാൻ. നമ്മളിപ്പോൾ തന്നെ സൗത്ത് ഇന്ത്യയിൽ ഏകദേശം എല്ലാ സ്ഥലങ്ങളും ചെയ്യുന്നുണ്ട്. തമിഴ്നാട്, കേരള, കർണാടക എല്ലാ സ്ഥലങ്ങളും വലിയ കോൺഫറൻസുകളും സോഷ്യൽ ഫങ്ഷൻസും എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പുതിയൊരു വെഞ്ചർ സിയാൽ നില ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻ്ററാണ്. അതിപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫെബ്രുവരി തൊട്ടിട്ട് നമ്മളാണ് നില സിയാൽ കൺവെൻഷൻ സെൻ്റർ റൺ ചെയ്യുന്നത്. അതൊരു 30,000 സ്ക്വയർ ഫീറ്റ് ഉള്ള കേരളത്തിലെ ഏറ്റവും വലിയൊരു കൺവെൻഷൻ സെൻ്ററാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ പോകുന്ന ഓൺഗോയിങ് പ്രോജക്റ്റ്. പിന്നെ നമ്മൾ പുതിയതായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ തനതായിട്ടുള്ള ഒരു ഓഫീസ് കോംപ്ലക്സ് ഒരു 1 year 1.5 year എറണാകുളത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ വരുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് നിലയോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ ഒരു കോംപ്ലക്സിൽ നമ്മൾ പ്ലാൻ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കാറ്ററിംഗ് രംഗത്ത് പുതിയൊരു റെവല്യൂഷൻ തന്നെ കൊണ്ടുവന്ന നില കാറ്റേഴ്സിന് ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് സർ, നമ്മളുടെ കൂടെ ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിന്. താങ്ക് യു. ഇന്ന് നില കാറ്റേഴ്സിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടതും അറിഞ്ഞതും ഒക്കെ തന്നെ. സോ ഇനി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത സെഗ്മെൻറ്റിൽ കാണാം. സോ ദിസ് ഇസ് ദേവിക സൈനിങ് ഓഫ്. ബൈ.